ഇതെല്ലാം കഴിഞ്ഞിട്ട് പാലം കടക്കുവോളം നാരായണ എന്നുള്ള ഒരു നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ SDPI മോശക്കാരായി, വർഗീയവാദികളായി, ലീഗിന് തീവ്രത പോരാതെ രൂപം കൊണ്ട പാർട്ടിയായി. ഇതൊക്കെ എന്താ നേരത്തെ പറയാഞ്ഞത്? അഭിലാഷ്, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് 18,000 വോട്ടിനാണ് വിജയിച്ചതെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഒന്നത്. രണ്ടാമത്തേത്, ഈ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അടക്കം വോട്ടുകൾ എനിക്ക് തരൂ എന്നാണ് BJP സ്ഥാനാർത്ഥി പോലും അഭ്യർത്ഥന കത്തിൽ പറഞ്ഞത്. അതിൽ ജമാഅത്തെ ഇസ്ലാമിനെയോ SDPയോ മാറ്റി നിർത്തിയിട്ടില്ല. റെജി ലൂക്കോസിൻ്റെ സ്ഥാനാർത്ഥിയും അവിടുത്തെ മുഴുവൻ വോട്ടർമാരാണ് വോട്ട് ചോദിച്ചത്. ഞങ്ങളെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും RSSകാരുടെ രാഷ്ട്രീയ രൂപമായ BJPക്കാരുടെ വോട്ട് ചോദിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPയുടെ ആളുകളുടെ വോട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തത്ര സംശയം? ഞങ്ങൾ നിഷേധിക്കുന്നില്ല. SDPയുടെ രാഷ്ട്രീയം തമ്മിൽ അത് വിലയിരുത്തേണ്ട ഘട്ടമല്ലത്. ഒരു മിനിറ്റ്, നമ്മൾ ഈ ചർച്ച കാണുമ്പോൾ കാണുന്ന പല ആളുകളുണ്ട്. പറയാനുള്ള കാര്യം പറയട്ടെ. മതേതര പാർട്ടി എന്നുള്ള ലേവലിൽ ലീഗിന് ഇവിടെ പ്രത്യക്ഷപ്പെടരുത്. പറയാനുള്ള കാര്യം പറയട്ടെ. മതേതര പാർട്ടിയായിട്ട് കണ്ടോണ്ടിരുന്നത് അത് ആ ഒരു അവകാശവാദം ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ പിൻവലിക്കണം. അദ്ദേഹം പറയട്ടെ. പറയൂ ശ്രീ ഷാഫി, പറയൂ. അതായത് ലീഗ് മതേതരമാണോ ഇല്ലയോ എന്നത് റെജി ലൂക്കോസ്, ഗോവിന്ദമ്മ ഷേറ്റ് ഒന്ന് പോയി സംസാരിക്കുക, എന്നിട്ട് ആ കാര്യത്തിൽ തീരുമാനം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതല്ല, റെജി ലൂക്കോസിനെയും എന്നെയും ഒക്കെ കേൾക്കുന്ന പ്രേക്ഷകന്മാർ എനിക്കൊരു മെസ്സേജ് ഇട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി റെജി ലൂക്കോസ് പിന്നെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് നേരിട്ടൊരൊറ്റ ചോദ്യമാണ് എനിക്ക് തന്ന മെസ്സേജാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ജനൻ TV-യിൽ വഖഫ് നിയമവുമായി മുനമ്പം വിഷയം നടന്ന ചർച്ചയിൽ റെജി ലൂക്കോസ് പറഞ്ഞത് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര കിരാത നിയമം എന്നാണ്. താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രമാണ് ഒന്ന് ചോദിക്കുന്നത്. എനിക്ക് വന്ന ഒരു മെസ്സേജ്. അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ നടത്തിയിട്ടുണ്ടോ? വഖഫ് ബോർഡിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ ആ നിയമം അടിച്ചേൽപ്പിച്ച് തെറ്റാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ഞാൻ പുറകോട്ട് പോകത്തില്ല കാര്യത്തിൽ. കാരണം ഒരു മത നിയമം അടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണെന്നുള്ളവരും ഞാനതിൽ ഉറച്ചിരിക്കുന്ന ഒരാളാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അല്ല, അത്രയേ ഉള്ളൂ. അല്ല, എനിക്ക് ഉത്തരമായി. കാരണം വഖഫ് എന്നാൽ ഒരു ഭീകര കിരാത നിയമമാണെന്ന് ഒരു ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു എന്നാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം വഖഫ് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നാ പറഞ്ഞത്. വഖഫ് നിയമത്തെ കുറിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആ നിയമത്തിനെ ഞാൻ പാടെ തള്ളിക്കളഞ്ഞു. ആദ്യം നിങ്ങൾ വഖഫ് ബോർഡിന്റെ നിങ്ങളെ പാർട്ടിയുടെ വഖഫ് മന്ത്രിയോട് അബ്ദുറഹ്മാനോടും വഖഫ് ബോർഡ് ചെയർമാനും ചോദിക്കുക, ഇന്ത്യയിലെ വഖഫ് നിയമം മത നിയമമല്ല, ഇന്ത്യൻ നിയമമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ BJPക്കാരും ക്രിസംഖികളും കാസക്കാരും ഭാഷ ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു വ്യസനം. കാരണം ഒരു മതനിരപേക്ഷ മനസ്സുമായി ടെലിവിഷനിൽ വന്ന് വർഗീയവാദികളോടും BJPക്കാരോടൊക്കെ നന്നായി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾക്ക് വന്ന മാറ്റത്തിൽ നിയമം കിരാതമാണെന്ന അഭിപ്രായം അങ്ങ് പറഞ്ഞിട്ട അഭിപ്രായം ഇപ്പോഴുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ അങ്ങയിൽ ഉണ്ടായ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു, പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നു. വഖഫ് നിയമം കിരാതമായ മത നിയമമാണ് എന്ന് അങ്ങ് പറഞ്ഞു. ഒരിടത്തുമില്ലാത്തൊരു നിയമം ഈ രാജ്യത്തെ പാർലമെന്റിൽ 2 തവണ പാസാക്കിയ കോൺഗ്രസിന്റെ കേന്ദ്ര സർക്കാരിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. ഒരു തർക്കമില്ല. നോട്ടീസ് കൊടുത്തിരിക്കുന്നു. താങ്കൾ പറയുന്നത് കേൾക്കൂ റെജി ലൂക്കോസേ. അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന വഖഫിന്റെ സംരക്ഷണ താങ്കൾ യോജിക്കുന്നുണ്ടോ? ഒരു ഒറ്റ മിനിറ്റ്. കാരണം ഇത് ഇന്ന് ഏറ്റവും കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള ഒരു ചർച്ചയാണ്. 95-ലും 2013-ലുമാണ് വഖഫ് ഭേദഗതി വന്നത്. ഈ ഭേദഗതി വന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ CPM-ന്റെ പ്രതിനിധിയുണ്ട്. മനസ്സിലാക്കണം.
കാര്യങ്ങൾ പഠിച്ചിട്ട് വാ. ഇത്ര തരംതാണ ബി ജെ പിക്കാരെ പോലെ വഖഫ് ഞാൻ നിയമം പഠിച്ചിട്ടില്ല. കിരാത നിയമമാണ്, കിരാത മത നിയമമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇടതുപക്ഷത്തിന്റെ എല്ലാ റെഗിലി ലൂക്കോസ് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗാണ്. ഞാൻ പറയുന്നു, അല്ലാതെ പറയുന്നു CPM-ൽ അംഗത്വമുണ്ട് താങ്കൾക്ക്. അന്ന് BJP CPM-ൽ താങ്കൾക്ക് അംഗത്വമില്ലേ? നിങ്ങൾ മനസ്സിലാക്കൂ, 95-ൽ താങ്കൾക്ക് BJP-ൽ താങ്കൾക്ക് CPM-ൽ അംഗത്വമില്ലേ? അറിയോ? ഞാൻ അതും പറഞ്ഞാടാ. ശരി, ഒരു കാര്യം ഞാൻ മാറ്റിക്കൊണ്ടുപോലെ ഞാൻ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാം. നിയമ ഭേദഗതി ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ CPM-ന്റെ അംഗങ്ങളുണ്ട്. അല്ല നിങ്ങളൊക്കെ CPM-ൽ അംഗത്വമുള്ള വ്യക്തിയല്ലേ താങ്കൾ? അഭിലാഷേ ചോദിക്ക്. ഔദ്യോഗിക പാനൽ നിശ്ചയിച്ച അവരുടെ പ്രതിനിധി അല്ല എന്ന കാര്യം ഞാൻ ഏതാണ്? അപ്പോ നിങ്ങളെ പാർട്ടി ഏതാണ്? നിങ്ങൾ CPM-ൽ അംഗത്വമുണ്ടോ താങ്കൾക്ക്? ഇല്ലേ? CPM-ൽ താങ്കൾക്ക് അംഗത്വം ഇല്ലേ? നിഷേധിക്കുന്നുണ്ടോ? മറുപടി പറയൂ, എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. നിങ്ങൾ CPM-ൽ അംഗമാണോ എന്ന ചോദ്യത്തിന് മറുപടി പറ. വഖഫ് ബോർഡിന് ഒരു സംരക്ഷണ സമിതി നോട്ടീസ് കൊടുത്താൽ റെജി ലൂക്കോസ് ഉള്ളവർ അംഗീകരിക്കത്തില്ല. ഒന്നിന്റെ അടിമയല്ല ഞാൻ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയോ? ശരി ശരി, അല്ല ആ വിഷയം നമ്മുടെ വിഷയം വഖഫ് മന്ത്രി അബ്ദുറഹ്മാൻ അടുത്ത് പോയി ചോദിക്കും. ശരി ശരി ശരി, അബ്ദുറഹ്മാനോട് പോയി ചോദിക്കും. വസ്തുക്കൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്താൽ താങ്കൾ ഇടതുപക്ഷത്തിന്റെ ഫ്രെയിമിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നത് മറക്കരുത്. ഇടതുപക്ഷത്തിന്റെ ഫ്രെയിമിൽ നിന്ന് പാർട്ടി അംഗമായ ഒരു വ്യക്തിയാണ് താങ്കൾ. ആ താങ്കളാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് റെക്കോർഡറാണ്, ഇത് ചരിത്ര രേഖയാണെന്ന് മനസ്സിലാക്കണം. താങ്കൾ ഇപ്പൊ ആപത്ത് ഞാൻ അങ്ങയെ പഠിപ്പിക്കാൻ പോകുന്നില്ല. ശരി 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 ശരി, അത് പഠിപ്പിക്കാൻ പോകുന്നില്ല. ഞാൻ അങ്ങയെ പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്കില്ല. മുമ്പ് നടന്ന നയവൈതന്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങയിൽ വന്ന മാറ്റമാണ്. ഇത് വഖഫിന്റെ ഭൂമി മുഴുവൻ സമയവും ഈ വിഷയത്തിൽ തട്ടു നിൽക്കട്ടെ. രണ്ടുപേരും നിർത്തു. പ്രസംഗിയേക്കാളും നാണംകെട്ട രീതിയിൽ നിങ്ങൾ പരിഹസിക്കുകയാണ്. രണ്ടുപേരും ആ വിഷയം വിടൂ, നമുക്ക് മറ്റു വിഷയങ്ങളുണ്ട്.